അതേസമയം ഹമാസ് അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഗാസയിൽ വൻ ജനകീയ പ്രതിഷേധം നടന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ശക്തമായ ജനകീയ പ്രതിഷേധമാണ് ഗാസയിൽ ഹമാസിനെതിരെ അരങ്ങേറിയത്. ബെയ്ക്ക് ലാഹിയയിലുണ്ടായ പ്രതിഷേധ പ്രകടനത്തെ ആയുധങ്ങളുമായി എത്തിയ ഹമാസ് ഭീകരർ അടിച്ചോടിച്ചു. ജിഹാദികൾ ഇസ്രായേലിനെതിരെ ഗാസയിൽ നിന്നും റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പ്രതിഷേധം അരങ്ങേറിയത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകുക. ഐസൺ, സംഭവിച്ചത് എന്താണ്? വീണ പറഞ്ഞതുപോലെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഗാസയിലെ ജനങ്ങൾ തന്നെ ഹമാസിനെതിരെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഗാസയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏതാണ്ട് 2 വർഷത്തോളം ആകാൻ ഇരിക്കുന്നു ഈ യുദ്ധം ഉണ്ടായിട്ട്. അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷത്തോളം ആകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടാകാത്ത ഒരു ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് ഗാസയിലെ ജനതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബെയ്റ്റ് ലാഹിയയിൽ ഹമാസ് പുറത്തു പോവുക എന്ന നിലപാടാണ്, അതായത് ഹമാസ് ആ രാജ്യം വിട്ടു പോവുക എന്ന നിലപാടാണ് വളരെ കൃത്യമായി അവർ മുദ്രാവാക്യങ്ങളിലൂടെ ഉന്നയിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും അവരുടെ സ്വസ്ഥമായ ജീവിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്വസ്ഥമായ ജീവിതത്തെ ബാധിക്കുന്നതിന്റെ പേരിൽ കടുത്ത പ്രതിഷേധങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് കാര്യമായി തന്നെ ഹമാസിനെതിരെ ഉണ്ട്. പക്ഷേ ഹമാസ് നമുക്കറിയാവുന്നതുപോലെ ഒരു മിലീഷ്യയാണ്, ഒരു സായുധ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സ്വഭാവമുള്ള സംഘടന കൂടിയായതുകൊണ്ട് തന്നെ അവരുടെ പ്രത്യാക്രമണം ഭയന്നും മറ്റും ജനങ്ങൾ കുറെ കൂടി നിശബ്ദരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ വീണ്ടും വല്ലാതെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ വല്ലാത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ചില പ്രതിഷേധങ്ങൾ അങ്ങിങ്ങായി ഇറങ്ങിയെങ്കിലും അത് കാര്യമായ ഒരു ശക്തമായ ഒരു പ്രതിഷേധമായി വളർന്നു വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഹമാസിനെ സ്വന്തം നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ സ്വന്തം ഇടങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇസ്രായേൽ യുദ്ധത്തിൽ കാര്യമായ ഇടപെടലൊന്നും നടത്താതെ, അല്ലെങ്കിൽ കാര്യമായ സമാധാന ശ്രമങ്ങളൊന്നും നടത്താതെ ഹമാസ് തങ്ങളുടെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരുത്തി വയ്ക്കുകയും വെടിനിർത്തൽ ആദ്യഘട്ടം നടപ്പായതിനു ശേഷം വീണ്ടും അത് ഇല്ലാതാവുകയും ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയും ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്കായി കടുത്ത നടപടികൾ ആരംഭിക്കുകയും ചെയ്തതോടെ വീണ്ടും ഗാസയിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ജിഹാദികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും വീണ്ടും ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ സ്വസ്ഥമായ ജീവിതം സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഹമാസ് തങ്ങളെ നയിക്കുന്നു എന്ന കടുത്ത പ്രതിഷേധമാണ് ഗാസയിലെ ജനതയ്ക്കുടെ ഉള്ളിൽ തന്നെ ഉയരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി തിരിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് ഹമാസിന്റെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തകരെല്ലാം തന്നെ നടത്തിയത്. നമുക്ക് വാർത്തകളിൽ നിന്നും വളരെ കൃത്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയുധങ്ങളും അതുപോലെ തന്നെ ലാത്തിയുമായി എത്തിയ ഹമാസ് ഭീകരർ മുഖം മറച്ചെത്തി ഇവരെ ആക്രമിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ തുടർച്ചയായ രീതിയിൽ അതിക്രമങ്ങളും അക്രമങ്ങളും നടത്തി തങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ജനതയെ അടിച്ചൊതുക്കി നിയന്ത്രണത്തിലാക്കുക എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ഈ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു വിഷയമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വെടിനിർത്തൽ ധാരണയെ ഇത്ര കണ്ട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാട്, വെടിനിർത്തൽ ധാരണയെ തീർത്തും കടുത്ത രീതിയിൽ എതിർക്കുന്ന ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുകയും തുടർന്ന് വീണ്ടും ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഹമാസ് പുറത്തു പോകണം, അല്ലെങ്കിൽ ഹമാസ് അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് ഒഴിയണം എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. വലിയൊരു ജനത, അതായത് നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ജനത ഇത്തരത്തിൽ ഹമാസിനെതിരെ പ്രതിഷേധവുമായി ഗാസയിൽ രംഗത്തെത്തിയിരിക്കുന്നു. ബെയ്റ്റ് ലാഹിയയിലെ ദൃശ്യങ്ങളെല്ലാം തന്നെ വലിയ പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആശയം മാത്രമായി ഹമാസിലെ ജനതയെ ഗാസയിലെ ജനതയെ സ്വാധീനിക്കാൻ ഹമാസിനെ തുടർന്നും സാധിക്കില്ല എന്ന് തെളിയുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ശരി ഐസൺ, ഗാസയിൽ ഉണ്ടായ ജനകീയ പ്രതിഷേധത്തെയും ഹമാസ് ഭീകരത എങ്ങനെ നേരിട്ടു എന്നുള്ളതിനെ കുറിച്ചും വിവരിക്കുകയായിരുന്നു.